നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിലെ ജോലിയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് നന്നായി അറിയാം. നോർക്കയുടെ മാർഗനിർദ്ദേശങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടും കുടുംബത്തിനു കൂടി പരിചയമുള്ള തൃശ്ശൂരിലെ ഏജൻസിയിലെ തട്ടിപ്പുകാരനെ കണ്ണടച്ച് വിശ്വസിച്ച് UAE-യിൽ ജോലിക്കെത്തിയ യുവതി പിന്നീട് റാസൽ ഖൈമയിലെ അതിനിഗൂഢ വില്ലയിൽ കുടുങ്ങി. റാസൽ ഖൈമയിലെ ഒളിസങ്കേതത്തിൽ നിന്ന് പോലീസും സാമൂഹിക പ്രവർത്തകരും ചേർന്ന് ലാബ് ടെക്നീഷ്യയായ പത്തനംതിട്ട അടൂർ സ്വദേശിനിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. ഈ യുവതി പറയുന്നത് 100ഓളം സ്ത്രീകളുള്ള അതിനിഗൂഢമായ വില്ലയിലായിരുന്നു ഇവരെ താമസിപ്പിച്ചത് എന്നാണ്. ഈ മാസം 13-നായിരുന്നു യുവതി UAE-യിൽ എത്തിയത്. ഇന്ത്യയിലും UAE-യിലും പ്രവർത്തിക്കുന്ന വ്യാജ ഏജൻസിയുടെ കണ്ണിയായ തൃശൂർ സ്വദേശിയാണ് തന്നെ ചതിച്ചത് എന്നാണ്. തന്റെ സുഹൃത്തിന്റെ സഹായത്തോടെ UAE-യിൽ നഴ്സിംഗ് അസിസ്റ്റന്റായി നല്ലൊരു ജോലി ശരിയാക്കിയിട്ടുണ്ടെന്നും ഇവിടെ എത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെ ജോലി തുടങ്ങാമെന്നും ഇദ്ദേഹം യുവതിയോട് പറഞ്ഞു. വീട്ടിലെ പ്രാരാബ്ധം കാരണം യുവതി ഇതെല്ലാം വിശ്വസിച്ചു. വിമാന ടിക്കറ്റിന്റെ പണം 8000 രൂപയാണ് ഇതിനായി നൽകിയത്. വിസ, താമസ സൗകര്യം, മികച്ച ശമ്പളം എന്നിവ ഇവർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ദുബായിലെത്തിയ യുവതിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ പോലും ആരും എത്തിയില്ല. ഇവിടുത്തെ സുഹൃത്താണെന്ന് പറഞ്ഞിരുന്നയാളെ വിളിച്ചപ്പോൾ ബസ്സിൽ കയറി ഷാർജ റോളയിൽ എത്താനായിരുന്നു ആവശ്യപ്പെട്ടത്. റോളയിലെത്തിയ യുവതി ഏജൻസി ഏർപ്പെടുത്തിയ ഒരു കുടിസുമുറിയിൽ തങ്ങി. 2 ചെറുപ്പക്കാർ അവരെ പിറ്റേ ദിവസം ഒരു മാളിൽ പ്രവർത്തിക്കുന്ന ഏജൻസി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിനിടെ യുവതിയുടെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് ഇവർ പിടിച്ചെടുത്തു. നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പാസ്പോർട്ട് അവരെ ഏൽപ്പിക്കുന്നു എന്നാണ് ഇവർ യുവതിയോട് പറഞ്ഞത്. തുടർന്ന് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് കുറച്ചു ദിവസം പരിശീലനമൊക്കെ വേണമെന്നും ഇതിനായി റാസൽ ഖൈമയിലേക്ക് പോകുകയാണെന്നും ഇവരോട് പറഞ്ഞു. എന്നാൽ ഇതിൽ പന്തികേട് തോന്നിയ യുവതി ഇതിന് തയ്യാറാകുന്നില്ല. തിരിച്ചു പോകണമെന്ന് വാശി പിടിച്ചപ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്തി ആദ്യം ദുബായ് ഡ്രാഗൺ മാർട്ടിലെ ഒരു ഓഫീസിലേക്ക് കൊണ്ടുപോയി. സ്പോൺസറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു എന്നായിരുന്നു യുവതിയോട് പറഞ്ഞത്. ഹൗസ് മെയ്ഡിന്റെ ജോലി ശരിയാക്കിയിട്ടുണ്ടെന്ന് ഇവർ ഇവിടെ വെച്ച് അറിയിച്ചു. പിന്നീട് റാസൽ ഖൈമയിലെ വില്ലയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഒത്തിരി സ്ത്രീകളുള്ള അതിനിഗൂഢമായ കൂടാരമായിരുന്നു അത്. ഓരോ നീക്കങ്ങളും CCTV-യിലൂടെ അവർ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. തങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്താണെന്ന് പോലും അപ്പോൾ അവർ അറിഞ്ഞതായും യുവതി പറയുന്നു. പുറത്ത് ആരോടെങ്കിലും ഫോണിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് എപ്പോഴും ആരെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഫോൺ ചെയ്യാൻ ഒരിക്കലും സമ്മതിച്ചില്ല. ഒരു നേരമായിരുന്നു ഭക്ഷണം തന്നത്. വില്ലയ്ക്ക് പുറത്തിറങ്ങുന്നത് വിലക്കുകയും ഇരുട്ട് നിറഞ്ഞ മുറിയിൽ പൂട്ടിയിടുകയുമായിരുന്നുവെന്ന് യുവതി പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കുറച്ചു ദിവസം ആരോടും മിണ്ടാതിരുന്ന യുവതി കൂട്ടത്തിലെ ശ്രീലങ്കൻ യുവതിയുടെ മൊബൈലിൽ നിന്ന് നാട്ടിലേക്ക് വാട്സപ്പ് സന്ദേശം അയച്ചതാണ് രക്ഷയ്ക്ക് വഴിയൊരുക്കിയത്. വീട്ടുകാർ ബംഗളൂരുവിലെ ഒരു പരിചയക്കാരനെ വിവരം അറിയിക്കുകയും അദ്ദേഹം വഴി സംഭവം അഡ്വക്കേറ്റ് ഫരീദിലേക്ക് എത്തുകയുമായിരുന്നു. വീട്ടുകാരെ കൊണ്ട് അടൂർ പോലീസിൽ പരാതി നൽകിപ്പിച്ച ശേഷം അതിന്റെ പകർപ്പും മറ്റുമായി അഡ്വക്കേറ്റ് ഫരീദ് ഉമുൽ ഖുവൈൻ മദീന പോലീസിൽ ബന്ധപ്പെട്ട് കേസ് ഫയൽ ചെയ്തു. ഇത് പിന്നീട് റാസൽ ഖൈമ പോലീസിലേക്ക് കൈമാറിയ ശേഷം പോലീസും അഡ്വക്കേറ്റ് ഫരീദ്, ഗ്ലോബൽ പ്രവാസി യൂണിയൻ ഉമുൽ ഖുവൈൻ പ്രസിഡന്റ് P. വിദ്യാധരൻ, വൈസ് പ്രസിഡന്റ് പൂച്ചിങ്ങൽ എന്നിവരും ചേർന്ന് വില്ലയിലെത്തി യുവതിയെ മോചിപ്പിക്കുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.